யாராவது உன் பையன் என்ன சாதிச்சான்னு கேட்டா நான் என்ன சொல்றது? ஆன்சர் மீ. அம்மா, ஒரு நாள் வரும் உன் பையன் என்ன சாதிச்சாங்கிறத ஊரே வந்து உங்ககிட்ட சொல்லு. 7% വാങ്ങുന്ന സിംഗപ്പൂർ പൊതുജനങ്ങൾക്ക് സൗജന്യമായി ചികിത്സ നൽകുമ്പോൾ 28% വാങ്ങുന്ന നമ്മുടെ നാട് എന്തുകൊണ്ട് ചികിത്സ സൗജന്യമാക്കുന്നില്ല? മെഡിസിന് 12% ഉള്ളപ്പോ അമ്മമാരുടെ കണ്ണീരിന് കാരണമാകുന്ന മദ്യത്തിന് ഇല്ല. ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരന കേട്ടോ. നീ ആളൊരു കൊമ്പനാടാ. കടക്കലെ വെട്ടിയാലും തല ഉയർത്തി നിൽക്കും. അതാടാ ചങ്കൂറ്റം. ഇനി പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. വിവാദങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് മെഴ്സൽ എന്ന വിജയ് സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെയും വിമർശിക്കുന്ന സിനിമ ഭാഗങ്ങൾക്കെതിരെ നടൻ വിജയ്ക്കെതിരെ വ്യക്തിപരവും വർഗീയവുമായ ആക്രമണമാണ് മെഴ്സൽ ഇറങ്ങിയ സമയത്ത് തമിഴ്നാട്ടിലെ ഉണ്ടായത്. BJP നേതാക്കളാണ് തമിഴ്നാട്ടിൽ വിജയ്ക്കെതിരെ പ്രചാരണം അഴിച്ചുവിട്ടത്. വിജയ് മാപ്പ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ചങ്കൂറ്റവും നിലപാടും നിറച്ചൊരു പ്രസ്താവനയുമായിട്ടാണ് അന്ന് നടൻ വിജയ് വിമർശകരെ നേരിട്ടത്. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. തോമ വിചാരിച്ചു ഭൂമിയിൽ ഉശിരുള്ള ആൺ ചെറുക്കൻ ഞാൻ മാത്രമാണെന്ന്. അല്ല, ഇവൻ നമ്മൾ നാളം കെടുത്തുന്നോണ കേട്ടാ. ഇവനെ കൊന്നാലാ. എമ്പുരാൻ സിനിമാ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ സിനിമയിലെ അപ്പൊ നീ ഓലപ്പാമ്പ് കണ്ട പേടിക്കില്ല എന്ന് പറഞ്ഞു. ഓലപ്പാമ്പ് കണ്ട ഞാൻ പേടിക്കില്ല, പക്ഷെ ഇവൻ ശരിക്കും പാമ്പാടാ. ആക്ടിംഗ് ആയാലും അനിയനായാലും അണ്ണൻ തോൽക്കും ഞങ്ങൾ ഫാൻസിന് സഹിക്കില്ല. രാഷ്ട്രീയ സാമൂഹിക പ്രമേയം ചിലർക്ക് വിഷമമുണ്ടാക്കിയതായി അറിഞ്ഞു. സിനിമ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് തന്റെ കടമയാണ്. അളിയന്റെ മുഖത്തൊരു ഹിംസാഭാവം തെളിയുന്നുണ്ട്. അതെന്റെ കയ്യിലേക്ക് പടരുമോന്നാ ഇപ്പൊ എന്റെ പേടി. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ തനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. വിവാദ ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് നീക്കാൻ തീരുമാനിച്ചത് ഒരുമിച്ചാണെന്നും മോഹൻലാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു. എന്റെ അമ്മയെ നാട്ടിച്ച് അവൻ കൊല്ലൂന്ന് പറഞ്ഞപ്പോ സാറിന് വരണ്ടല്ലേ? തലയുടെ വരെ തനിക്കറിയില്ല. അത് പോയ പിന്നെ ഞാൻ ഇതിലൂടെ വെള്ളം അടിക്കും. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ.